എന്നുവെച്ചാൽ സ്റ്റണ്ടായിട്ടൊന്നും അങ്ങനെയൊന്നുമില്ല, എന്നാൽ ത്രില്ലറാണ്. കേസ് അന്വേഷണം വഴി കണ്ടുപിടിക്കുന്നത് അഭിനയിച്ചിട്ടുണ്ട്. ഇവരൊക്കെ പുതുമുഖമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. നല്ല അഭിനയിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ പോലെയാണ് പുതുമുഖങ്ങളെല്ലാം അഭിനയിച്ചത്. കാരണം നോർമലി ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ആ ഒരു രീതിയിലൊന്ന് ഹുക്കായി ഇരിക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫാണ് എൻ്റെ സ്ട്രെങ്ത്. എന്തായാലും സാധാരണക്കാർ മനുഷ്യരെ പോലെ ഭയങ്കര നോർമലായിട്ട് ചെയ്യുന്നൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി. അടിപൊളി ത്രില്ലർ സിനിമയാണ്. കണ്ടുകൊണ്ടിരുന്ന സമയം പോയില്ല. കാര്യം നല്ലൊരു ഭാവിയുള്ള ഡയറക്ടർ എന്തായാലും നല്ല നല്ല അവസരങ്ങൾ പുള്ളിക്ക് വരട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം. നല്ലൊരു മൂവി. കാര്യം ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ത്രില്ലർ സിനിമ കണ്ടിട്ടില്ല. ടിനിയും ടോം സാറൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കുറേ പുതുമുഖങ്ങൾ എല്ലാവരും നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇവരൊക്കെ പുതുമുഖമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. നല്ല അഭിനയിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ പോലെയാണ് പുതുമുഖങ്ങളെല്ലാം അഭിനയിച്ചത്. നന്നായിട്ടുണ്ട്. എന്തായാലും നന്നായിട്ട് വരട്ടെ. ഒരുപാട് പടങ്ങൾ ചെയ്യാനുള്ള അനുഗ്രഹം ഈശ്വരൻ ഡയറക്ടർക്ക് കൊടുക്കട്ടെ എന്ന് പറയാനുള്ളൂ. എന്തായാലും സന്തോഷം. ഇങ്ങനൊരു പടം കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സത്യം നന്നായിട്ട് വിറവാക്ക് പറയുന്നതല്ല, നല്ല ടൈം പാസ്സായിരുന്നു. നല്ലൊരു ത്രില്ലർ മൂവി. ഒരു ലാഘവമില്ലാതെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ നല്ലൊരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ സാധാരണ നമ്മൾ കാണുന്ന ഇൻവെസ്റ്റിഗേഷൻ ഇല്ലെങ്കിൽ DYSP എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ദേഷ്യപ്പെട്ട് ഇല്ലെങ്കിൽ ഒരു കമ്മീഷണർ അതായത് ദേഷ്യപ്പെട്ട് എല്ലാവരെയും ഇടിച്ച് പിടിച്ച് അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ല. ടിനിച്ചേട്ടൻ്റെ ക്യാരക്ടറാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. സാധാരണക്കാർ മനുഷ്യരെ പോലെ ഭയങ്കര നോർമലായിട്ട് ചെയ്യുന്നൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി. കുഴപ്പമില്ല, കണ്ടിരിക്കുക. മർഡർ കേസാണ്, അതിനുള്ള പറ്റുള്ളൊരു കഥയാണ്. ത്രില്ലറാണ്. അഭിനയത്തിൻ്റെ സെൻറ്റിമെൻസ് ഉള്ള അഭിനയമാണ്. പിന്നെ ഫസ്റ്റ് തുടക്കവും കുറച്ച് കോമഡിയൊക്കെയാണ്. ബാക്കിയെല്ലാം ഈ ഇൻവെസ്റ്റിഗേഷൻ കേസ് അന്വേഷണം മറ്റുള്ള ബന്ധമുള്ള കഥയാണ്. എന്നുവെച്ചാൽ കണ്ടിരിക്കാൻ സൂപ്പറാണ്. എന്നുവെച്ചാൽ സ്റ്റണ്ടായിട്ടൊന്നും അങ്ങനെയൊന്നുമില്ല, എന്നാൽ ത്രില്ലറാണ്. കേസ് അന്വേഷണം വഴി കണ്ടുപിടിക്കുന്ന സംഭവം ആരാണെന്ന് തിരഞ്ഞ് കണ്ടുപിടിച്ച് കൊണ്ടുവരണതാണ് കഥ. ബോറടിയായിട്ട് ഇതിലൊന്നുമില്ല. നല്ല ഒരു ഇൻ്റർവ്യൂഷൻ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അഭിനയം പുതിയ നടന്മാരാണ്. വില്ലനൊക്കെ ടിനി ടോം ഒക്കെ നല്ല അഭിനയം. ഫസ്റ്റ് ഹാഫ് നോർമലായിരുന്നു. സെക്കൻഡ് ഹാഫ് നല്ല രസമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മനോജ് അയ്യാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. സ്ക്രിപ്റ്റ് നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് മെസ്സേജ് അല്ല, ഒരു പക്ക ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ്. ചെറിയ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം. ഇൻട്രസ്റ്റിംഗ് ആണ്, കണ്ടുകൊണ്ടിരിക്കുക. അഭിനയം കുഴപ്പമില്ല. റൈറ്റിംഗ് ആണ് നന്നായിരിക്കുന്നത്. റൈറ്റിംഗ് ആണ് അതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയാം. കാരണം നോർമലി ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ആ ഒരു രീതിയിലൊന്ന് ഹുക്കായി ഇരിക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫാണ് എൻ്റെ സ്ട്രെങ്ത്. എന്തായാലും